ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ കിരീടങ്ങൾ നിലനിർത്തുകയെന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും മാത്രം സാധ്യമായിട്ടുള്ള അത്യപൂർവ നേട്ടമായിരുന്നു. എന്നാൽ ആ ചരിത്ര താളുകളിലേക്ക് രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ പേര് കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് സ്വന്തം നാട്ടുകാരായ 10,000-കണക്കിന് ആരാധകർക്ക് മുന്നിലാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് RCB തുടർച്ചയായ രണ്ടാം തവണയും IPL ട്രോഫിയിൽ മുത്തമിട്ടത്. ഫൈനലിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എന്ന ചെറിയ സ്കോറിൽ ഒതുക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ RCB പകുതി വിജയം ഉറപ്പിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിൽ ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ക്രീസിൽ നങ്കൂരമിട്ട് ബാറ്റിംഗ് വിസ്മയം തീർത്തതോടെ 2 ഓവറുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന് RCB ജയവും കിരീടവും സ്വന്തമാക്കി. ഒരു T20 മത്സരത്തിൽ, പ്രത്യേകിച്ച് ഫൈനൽ പോലുള്ള ഒരു വലിയ സമ്മർദ്ദ പോരാട്ടത്തിൽ ടീമിന്റെ മുൻനിര ബാറ്റ്സ്മാൻമാർ നൽകുന്ന തുടക്കം നിർണായകമാണ്. ഈ സീസണിലുടനീളം ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിജയങ്ങളുടെ എല്ലാം ചാലകശക്തി അവരുടെ ശക്തമായ മുൻനിര ബാറ്റിംഗ് സഖ്യമായിരുന്നു. ക്യാപ്റ്റൻ ഗിൽ, യുവതാരം സായ് സുദർശൻ, ലോകോത്തര ബാറ്റർ ജോസ് ബട്ട്ലർ എന്നിവരടങ്ങുന്ന ഈ ന്യൂക്ലിയസ് ആയിരുന്നു GTയുടെ ബാറ്റിംഗിലെ നട്ടെല്ല്. എന്നാൽ നിർണായകമായി കലാശപ്പോരിൽ 3 പേരും ഒന്നിനു പിറകെ ഒന്നായി അൻപെ പരാജയപ്പെട്ടു. ജോസ് ബട്ട്ലർ 19 റൺസ്, സായ് സുദർശൻ 12 റൺസ്, ഗിൽ 10 റൺസ്. വലിയ മത്സരങ്ങളിലെ മുൻനിരയിൽ പ്രധാനപ്പെട്ട 3 കളിക്കാർ യഥാക്രമം 12, 10, 19 എന്നിങ്ങനെ ചെറിയ സ്കോറുകളിൽ പുറത്താകുമ്പോൾ ഏത് വലിയ ടീമും കടുത്ത സമ്മർദ്ദത്തിലാകും. പവർ പ്ലേ ഓവറുകളിൽ തന്നെ ഈ 3 വിക്കറ്റുകളും നഷ്ടമായതോടെ ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പരാജയത്തിന്റെ വക്കിലേക്ക് തള്ളപ്പെട്ടിരുന്നു. ഇന്നിംഗ്സിന് ശക്തമായൊരു അടിത്തറയിടാൻ ഈ ടോപ്പ് 3ക്ക് കഴിയാതെ പോയതാണ് GTയുടെ കുറഞ്ഞ സ്കോറിന് പിന്നിലെ പ്രധാന കാരണം. ക്രിക്കറ്റിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്: വിജയിച്ചു പോകുന്ന ഒരു കാര്യത്തെ മാറ്റാൻ ശ്രമിക്കരുത്. എന്നാൽ ഫൈനലിൽ ഗുജറാത്ത് മാനേജ്മെന്റും ക്യാപ്റ്റൻ ഗില്ലും ചെയ്തത് ഇതിന് വിപരീതമായ കാര്യമാണ്. ടൂർണമെന്റിലുടനീളം 1 ഡൗൺ ആയി ബാറ്റ് ചെയ്ത് ടീമിന് സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ സമ്മാനിച്ചിരുന്ന ജോസ് ബട്ട്ലറുടെ ബാറ്റിംഗ് സ്ഥാനത്തിൽ വരുത്തിയ മാറ്റം വിചിത്രമായിരുന്നു. ബട്ട്ലറെ പെട്ടെന്ന് 4ാം സ്ഥാനത്തേക്ക് ഇറക്കുകയും പകരം യുവതാരം നിഷാന്ത് സിന്ധുവിനെ 3ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഫൈനൽ പോലൊരു വലിയ മത്സരത്തിൽ അനുഭവ സമ്പത്തുള്ള ബട്ട്ലറെ പോലൊരു കളിക്കാരനെ അദ്ദേഹത്തിന്റെ സ്ഥിരം പൊസിഷനിൽ നിന്ന് മാറ്റിയത് ടീമിന്റെ ബാറ്റിംഗ് താളം പൂർണ്ണമായും തെറ്റിച്ചു. ഈ അനാവശ്യ പരീക്ഷണം പാളിപ്പോയതോടെ നിഷാന്ത് സിന്ധുവിനും വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയൊരു ടൂർണമെന്റിന്റെ കലാശക്കളിയിൽ പരീക്ഷണങ്ങൾക്ക് മുതിർന്ന GTയുടെ തന്ത്രം തിരിഞ്ഞുകൊത്തുകയായിരുന്നു. ഗില്ലിന്റെയും സായ് സുദർശന്റെയും ബാറ്റിംഗ് ശൈലി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: പവർ പ്ലേ ഓവറുകളിൽ അവർ അനാവശ്യമായ റിസ്കുകൾ എടുക്കാറില്ല. വിക്കറ്റ് കാത്തു സൂക്ഷിച്ച് സിംഗിളുകളും ഡബിളുകളും എടുത്ത് പതുക്കെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷം മധ്യ ഓവറുകളിൽ ബാറ്റിംഗിന്റെ ഗിയർ മാറ്റുന്നതാണ് ഇവരുടെ പതിവ് ശൈലി. എന്നാൽ ഫൈനലിന്റെ അമിത സമ്മർദ്ദത്തിൽ രണ്ടുപേരും തങ്ങളുടെ ഈ വിശ്വസ്തമായ സ്വാഭാവിക ശൈലി മറന്നു. RCBയുടെ ബോളിംഗ് നിരയ്ക്ക് മേൽ തുടക്കത്തിലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള തിടുക്കത്തിൽ കൂടുതൽ അഗ്രസീവ് ആകാനാണ് ഇരുവരും ശ്രമിച്ചത്. പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ വലിയ ഷോട്ടുകൾക്ക് മുതിർന്നത് അപകടകരമായി മാറി. റിസ്കി ഷോട്ടുകൾക്കുള്ള ശ്രമമാണ് ഒടുവിൽ ഗില്ലിന്റെയും സായിയുടെയും നേരത്തെയുള്ള പുറത്താക്കലുകളിലേക്ക് നയിച്ചത്. ടീം ടോട്ടലിൽ വെറും 26 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ പതിവ് ശൈലിയിൽ കളിച്ച ഒരു 50 റൺസിന്റെ പാർട്ണർഷിപ്പ് എങ്കിലും ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഗുജറാത്തിന് ഇതിലും മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്താൻ സാധിക്കുമായിരുന്നു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പിച്ച് ബാറ്റിംഗിന് അത്ര ദുഷ്കരമായിരുന്നില്ലെന്ന് പിന്നീട് ബാറ്റ് ചെയ്ത RCB ബാറ്റ്സ്മാർ തെളിയിച്ചതാണ്. വിരാട് കോഹ്ലിയുടെയും വെങ്കടേഷ് അയ്യരുടെയും അഗ്രസീവ് ഇന്നിംഗ്സുകൾ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് മധ്യ ഓവറുകളിൽ മുന്നോട്ട് നയിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് വേഗത വളരെ കുറവായിരുന്നു. ക്രീസിൽ ഏറെ നേരം ചെലവഴിച്ച പിച്ചിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ ഒരു താരം എന്ന നിലയിൽ അവസാന ഓവറുകളിൽ കുറഞ്ഞത് 150 മുതൽ 160+ സ്ട്രൈക്ക് റേറ്റിലെങ്കിലും അദ്ദേഹം സ്കോർ ചെയ്യേണ്ട അത്യാവശ്യമായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ കുറച്ചുകൂടി വേഗതയിൽ റൺസ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഗുജറാത്തിന്റെ സ്കോർ 170 കടക്കുമായിരുന്നു. അഹമ്മദാബാദിലെ വലിയൊരു മൈതാനത്ത് 170 മുതൽ 180 റൺസ് എന്നത് പലപ്പോഴും ഫൈനൽ മത്സരങ്ങളിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിന്നിംഗ് ടോട്ടലുകളായി മാറാറുണ്ട്. റൺസ് കണ്ടെത്തിയെങ്കിലും ആവശ്യത്തിന് വേഗതയില്ലാത്തതിനാൽ വാഷിംഗ്ടണും ഈ തോൽവിയിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. ബാറ്റിംഗിൽ മാത്രമല്ല, ബൗളിംഗ് വിന്യാസത്തിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന് വലിയ പാളിച്ചകൾ പറ്റി. ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര പേസർമാരിൽ ഒരാളായ പ്രസിദ്ധ് കൃഷ്ണയെ ബൗളിംഗിൽ വേണ്ടത്ര ഉപയോഗിക്കുന്നതാണ് GTയുടെ മറ്റൊരു പ്രധാന അബദ്ധം. മത്സരത്തിന്റെ 15ാം ഓവറിലാണ് പ്രസിദ്ധിനെ ഗിൽ പന്തേൽപ്പിക്കുന്നത്. അപ്പോഴേക്കും RCB 5 വിക്കറ്റിന് 132 റൺസ് എന്ന നിലയിൽ വിജയത്തിനരികെ എത്തിക്കഴിഞ്ഞിരുന്നു. കളിയിൽ താൻ എറിഞ്ഞ ഒരേയൊരു ഓവറിൽ വെറും 7 റൺസ് മാത്രമാണ് പ്രസിദ്ധ് വിട്ടുകൊടുത്തത്. പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ RCB ബാറ്റ്സ്മാൻമാർ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രസിദ്ധിന്റെ പേസും ബൗൺസും ഉപയോഗിച്ച് 1-2 ഓവറുകൾ എറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരത്തിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു. വിക്കറ്റുകൾ വീഴ്ത്താൻ ശേഷിയുള്ള ഒരു പ്രധാന ബൗളറെ മത്സരം കൈവിട്ടുപോയ ശേഷം മാത്രം പന്തേൽപ്പിച്ച ഗില്ലിന്റെ ക്യാപ്റ്റൻസി തന്ത്രം പരാജയമായിരുന്നു. IPLലെ ഇമ്പാക്ട് പ്ലെയർ നിയമം കൃത്യമായി ഉപയോഗിക്കുന്ന ടീമുകളാണ് പലപ്പോഴും മത്സരങ്ങൾ ജയിക്കാറുള്ളത്.
പ്രസിദ്ധ് കൃഷ്ണയുടെ ബൗളിംഗിൽ അത്രയധികം വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഇമ്പാക്ട് പ്ലെയറായി ടീമിലേക്ക് കൊണ്ടുവന്നതെന്ന ചോദ്യം ബാക്കിയാവുന്നു. ആദ്യ ഇന്നിംഗ്സിൽ മുൻനിര തകർന്ന സാഹചര്യത്തിൽ പ്രസിദ്ധിന് പകരം ഒരു അധിക ബാറ്ററെ ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയിരുന്നെങ്കിൽ അത് ജിടിയുടെ ബാറ്റിംഗിൽ കൂടുതൽ കരുത്ത് നൽകുമായിരുന്നു. മധ്യ ഓവറുകളിൽ തകർച്ച നേരിട്ടപ്പോൾ ഒരു അധിക ബാറ്ററുടെ സാന്നിധ്യം സ്കോർ 165 കടത്താൻ സഹായിക്കുമായിരുന്നു. ബൗളിംഗിൽ കൃത്യമായി ഉപയോഗിച്ചതുമില്ല, ബാറ്റിംഗിൽ ഗുണം ചെയ്തതുമില്ല എന്ന അവസ്ഥയിലാണ് പ്രസിദ്ധിനെ കൊണ്ടുവന്നതിലൂടെ ജിടി എത്തിച്ചേർന്നത്. സാങ്കേതികമായ പിഴവുകൾക്കപ്പുറം ഫൈനൽ പോലുള്ള ഒരു വലിയ വേദിയുടെ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിൽ ഗുജറാത്ത് പരാജയപ്പെട്ടു. ആദ്യമായി ഒരു IPL ഫൈനലിൽ നായകനായി ഇറങ്ങിയ ഗില്ലിന് കളി കൈവിട്ടുപോയ നിമിഷങ്ങളിൽ ടീമിനെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞുമില്ല. മറുഭാഗത്ത് RCBയുടെ നിരയിൽ സമ്മർദ്ദഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നന്നായി അറിയാവുന്ന വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരമുണ്ടായിരുന്നു. 156 റൺസ് എന്ന ചെറിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ RCBക്ക് വേണ്ടി കോഹ്ലി ഒരിക്കൽ കൂടി തന്റെ ക്ലാസ് പുറത്തെടുത്തു. വിക്കറ്റുകൾ ഒരു വശത്ത് വീഴുമ്പോഴും ഒരറ്റം കാത്തു സൂക്ഷിച്ച് 75 റൺസോടെ പുറത്താകാതെ നിന്ന കോഹ്ലി RCBയുടെ ജയം സുഗമമാക്കി. കോഹ്ലിയെ തുടക്കത്തിലെ പുറത്താക്കാൻ ജിടിയുടെ ബൗളർമാർക്ക് സാധിക്കാതിരുന്നതും അവരുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടി. ചുരുക്കത്തിൽ 2026 IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരാജയം ഏതെങ്കിലും ഒരു കളിക്കാരന്റെ മാത്രം തെറ്റല്ല, മറിച്ച് തന്ത്രപരമായ പല അബദ്ധങ്ങളുടെയും കൂട്ടായ ഫലമാണ്. ടൂർണമെന്റിലുടനീളം തങ്ങളുടെ വിജയപഥത്തിൽ എത്തിച്ച തനത് ശൈലി മാറ്റിവെച്ച് പരീക്ഷണങ്ങൾക്ക് മുതിർന്നതാണ് ജിടിക്ക് വിനയായത്. മുൻനിരയുടെ അനാവശ്യ തിടുക്കവും മധ്യനിരയുടെ മന്ദഗതിയിലുള്ള ബാറ്റിംഗും ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിച്ചതിലെ പാളിച്ചകളും ബൗളിംഗ് വിന്യാസത്തിലെ പിഴവുകളും ഗുജറാത്തിനെ സ്വന്തം മണ്ണിൽ കിരീടമില്ലാത്തവരാക്കി മാറ്റി.